ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജിലൻസുകളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഫേസ് ഒക്കെ കാണിച്ചു വന്നിരിക്കുന്നത്. റീസെന്റ് നമ്മൾ ഷോർട്സ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ LED ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ക്ലോക്ക് ഉണ്ടാവും. ന്യൂജനായിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വെക്കുക ഡിജിറ്റൽ ക്ലോക്ക് ആണ് നോർമലി. സോ ആ ഒരു ഡിജിറ്റൽ ക്ലോക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പൊ മെയിൻലി LED ഡിസ്പ്ലേ ആണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. LCD ഉണ്ട്, LED ഉണ്ട്. അതിൽ LEDയിൽ തന്നെ എന്താ പറയാ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്നാണ് പറയാ. അതിൽ ചിലത് 4 ഡിജിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഇതിൽ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് 6 ഡിജിറ്റ്. അങ്ങനെ എന്താ പറയാ ഒരുപാട് തരത്തിലുള്ള സംഭവമുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഏതൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ വീഡിയോയ്ക്ക് വന്നതിന് മുമ്പായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഫൈനൽ ഔട്ടിന് വരാൻ പോകുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഞാനിപ്പോൾ തന്നെ ജസ്റ്റ് കമ്പ്യൂട്ടറിലൊന്ന് ഡിസൈൻ ചെയ്യാണ്. ഫ്രണ്ട്സ്, നമ്മൾ കണ്ട ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയാ ഈ ഒരു ഡിസൈനിൽ സംഭവം ഒറിജിനൽ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഴയ ഒരു നോട്ട്ബുക്കിന്റെ ഒരു എന്താ പറയാ പേജസും അതുപോലെ തന്നെ കുറച്ച് ഫെവിക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു സംഭവം ഫസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു നമ്മുടെ പഴയൊരു നോട്ട്ബുക്ക് എടുക്കാം. ഈ ഒരു നോട്ട്ബുക്കിന്റെ സെന്ററിലെ പേജ് നോക്കി നമുക്കൊന്ന് കീറി എടുക്കണം. സോ സെന്ററിൽ നിന്ന് കീറി എടുക്കാൻ തുടങ്ങിയ ബാക്കി പേജുകളൊന്നും മിസ്സാവില്ല. അതാണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു പേജ് ഇതുപോലെ സെന്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിൽ ആവശ്യമില്ലാത്ത പേജൊക്കെ ഒന്ന് കളയാം. അതായത് നമ്മൾ പഴയ ബുക്കായിരിക്കും എടുക്കുക നോർമലി. സോ അതിലെ യൂസ് ചെയ്ത പേജസ് കളയാം. അതിനുശേഷം നമ്മളിത് സെൻട്രലായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഒരു പേജിൻ്റെ കറക്റ്റ് ഏകദേശം സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പേപ്പർ കഷ്ണം ഇതുപോലെ ഒന്ന് ആദ്യം മടക്കിയിട്ട് അതിനുശേഷം ഇതുപോലെ രണ്ടാമത് ഇങ്ങനെ ഒന്ന് മടക്കുക. സോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗം ചെയ്തെടുക്കണം. അതുപോലെ നമുക്ക് ഏകദേശം 7 എണ്ണമാണ് വേണ്ടത്, അതായത് 7 എണ്ണം വേണം. ബിക്കോസ് നമ്മൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു 7 എണ്ണം ഫസ്റ്റ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ 7 എണ്ണം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു അറ്റം ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഫെവിക്കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളായിരിക്കും ഇത്തിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു. അതായത് പേപ്പറൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളായിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ. സോ ഫെവിക്കോൾ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ടില്ലേ ഇതുപോലെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒട്ടിക്കാൻ പാകത്തിന് ഒരു സംഭവം സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ച് സംഭവം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതുപോലെ നമുക്ക് 7 എണ്ണം സെയിം ആയിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഈ സംഭവം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അത് കൂട്ടി ഒട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ നമുക്ക് സാധനം കിട്ടുള്ളൂ. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിസൈനിൽ നമുക്ക് എല്ലാം മടക്കിയെടുക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഞാൻ എല്ലാം ഒരു സെയിം അളവിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിൽ മോഡലിൽ തന്നെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു എന്താ പറയുക കറക്റ്റായുള്ള ആ ഒരു മോഡലിൽ തന്നെ മടക്കിയെടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു മോഡലിൽ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഇതായിരിക്കും ഇത്തിരി കൂടെ ഗുഡ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ 7 എണ്ണം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കണ്ടില്ലേ ഇതുപോലെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ 8 എണ്ണം ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ലെവലിൽ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ആ ഫെവിക്കോൾ വെച്ചിട്ട് എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഡിസ്പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബുക്കിൻ്റെ ചട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇതൊന്നും നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ
ആ ഒരു ബുക്കിൻ്റെ ചട്ടയുടെ മുകളിൽ നമ്മുടെ ഡിസ്പ്ലേ കയറ്റി വെച്ചിട്ട്, അതായത് ഡിസ്പ്ലേയുടെ ആ ഒരു സ്ട്രക്ചർ കയറ്റി വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ജസ്റ്റ് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അത് വേറെ ഒന്നിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഗം അപ്ലൈ ചെയ്യുമ്പോഴായാലും അത് കഴിഞ്ഞിട്ടായാലും അത് നീങ്ങിപ്പോയാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് സ്കെയിലൊക്കെ വെച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ വെറുതെ ആ ഒരു നമ്മുടെ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ മാർക്ക് ചെയ്യാണ്. കടലാസ് കൊണ്ടുള്ള സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്, നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവല്ലോ. സോ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരേ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹാർഡ്വെയർ ആണ് മെയിൻ. നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് LED കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 7 LEDs ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, അതിനൊക്കെ നല്ലൊരു പക്ക പ്രൊട്ടക്ഷൻ വേണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 റെസിസ്റ്റേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ LEDക്കും ഓരോ സെപ്പറേറ്റ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ 7 സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഇതുപോലെ കറക്റ്റ് സെന്ററിലായിട്ട് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു ഹോളിൽ കൂടെ നമ്മുടെ നേരത്തെ എടുത്ത LEDസും കാര്യങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഞാൻ ഹോൾ ഇടുന്ന പാർട്ടൊന്നും കാണിച്ച് ലാഗ് അടിക്കണ്ടെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹോൾ ഇടാം. സോ ആ ഒരു ഹോൾ ഇട്ടിട്ട് കറക്റ്റായിട്ട് നമ്മുടെ LED ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ, ആ ഒരു 7 പ്ലേസിലും. വീഡിയോയുടെ ഇടയിൽ നമ്മൾ പറഞ്ഞായിരുന്നില്ല ഒരു ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും പരിപാടി. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോമൺ ആനോഡാണ്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവാണ് എല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ എല്ലാ LEDകളുടെയും പോസിറ്റീവ് ആയി തന്നെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെഗറ്റീവാണ് നമ്മളിപ്പോൾ റെസിസ്റ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എല്ലാ LEDക്കും സെപ്പറേറ്റ് റെസിസ്റ്റർ വെച്ചിട്ട് ഒരു ഹൈ പ്രൊട്ടക്ഷൻ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എല്ലാ വയറുകളും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് ആ ഒരു സംഭവം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊടുത്ത കണക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ എല്ലാ LED വർക്കിംഗ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ എല്ലാ LEDസും ഇങ്ങനെ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം പണി വാളാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് തന്നെ ആ ഒരു കാര്യം എല്ലാവരും വർക്കിംഗ് ആണെന്നൊക്കെ ഉറപ്പുവരുത്തുക. ഗൈസ്, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ പേപ്പർ വർക്ക്, അതുപോലെ തന്നെ പിന്നെ ഹാർഡ്വെയർ, പിന്നെ പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വലിയൊരു പ്രോഗ്രാമിംഗ് ഒന്നുമല്ല. നമ്മൾ Arduino Nano യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കോഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മളിപ്പോ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഖ്യ കാണിക്കണമെങ്കിൽ ഏതൊക്കെ LEDs കത്തണം, ഏതൊക്കെ കിടണം എന്നുള്ളതിന്റെ ചെറിയൊരു കോഡാണ്. നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിൽ സെറ്റ് ചെയ്തെടുത്ത ആ ഡിജിറ്റൽ പിന്നിൻ്റെ പിന്നുകളിലേക്ക് നമ്മുടെ ഡിസ്പ്ലേയുടെ വയേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ടോട്ടൽ 8 വയേഴ്സാണ് ഉണ്ടാവുക. സോ അതെല്ലാം തന്നെ നമ്മുടെ Arduino ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ വർക്കായി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ 1 തൊട്ട് 0 വരെ ഇങ്ങനെ കൗണ്ട് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ സെറ്റ് ചെയ്ത പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ കോഡിൽ വേറെ എററും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സംഭവം പക്ക വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു ഡിസ്പ്ലേയുടെ ലുക്ക് ഉണ്ട്, എന്നാലും എന്താ പറയുക ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഇതില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു A4 ഷീറ്റോ അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പേപ്പർ ഇതിൻ്റെ മുകളിൽ ഇടാം. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഡിസ്പ്ലേ ഫീൽ തന്നെ നമുക്ക് കിട്ടും. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
ഇതിന്റെ ഡയഗ്രം കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഇതുകൊണ്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു Bijalin signing out.